സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സി ജെ റോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നൊരു വാർത്ത അതെങ്ങനെയാണ്? ಹೃದಯ ಸೀಳ್ಕೊಂಡು ಶ್ವಾಸಕೋಶನ ಸೀಳ್ಕೊಂಡು ಎದೆಯ ಹಿಂದಿನ ಭಾಗದವರೆಗೂ ಹೋಗಿದೆ. ಸೊ ಆಲ್ಮೋಸ್ಟ್ പച്ചമലയാളം ഹൃദയത്തിൽ കൊണ്ടു. നമ്മൾ ആദ്യമായിട്ട് കേട്ട വാർത്തകളിൽ ഒന്ന് അദ്ദേഹം തൻ്റെ റൂമിലേക്ക് കയറിയിട്ട് തലയിൽ വെടിവെച്ചു മരിച്ചു എന്നാണ്. പിന്നീട് നമ്മൾ കേട്ട വാർത്ത അദ്ദേഹം നെഞ്ചിൽ വെടിവെച്ച് മരിച്ചു എന്നാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നെഞ്ചിന് നേരെ വെടിയുതിർക്കുക? സ്വാഭാവികമായിട്ടും ഇടതോ വലതോ കൈകൊണ്ട് കഴിവുള്ള ആളുകൾ നേരെ തലയിലേക്ക് വെടിയുതിർത്ത് മരിക്കാനല്ലേ ശ്രമിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി അതല്ല, ഹൃദയത്തിലേക്കാണെങ്കിൽ അതൊരു പോസിബിലിറ്റി, സാധ്യത കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി ഇത് വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കോൺഫിഡൻ്റ് എന്ന പേരിൽ ഒരു അതിഗംഭീര ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയാവുന്ന ആ ഒരു മനുഷ്യൻ ഇത്ര അധികം ധൈര്യമില്ലാത്തൊരു മനുഷ്യനാണോ? ഒരുപക്ഷെ ഈ ED റെയ്ഡ് എന്ന് പറയുന്ന ഈ റെയ്ഡിനേക്കാൾ എത്രയോ പ്രശ്നങ്ങളിലൂടെ ഈ ഒരു ബിസിനസ്മാൻ കടന്നു പോയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ടായിരിക്കും. 100% കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ടാണ് ഈ കാലഘട്ടം മുഴുവൻ അദ്ദേഹം ഈ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അങ്ങനെ ഇത്ര ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഭീഷണികളൊക്കെ നിരന്തരം ഉണ്ടാകുമെന്നേ. 100% ഭീഷണികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ആ ഭീഷണികളെല്ലാം പുല്ലുവില കൽപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സി ജെ റോയ്. ഈ മനുഷ്യൻ്റെ ആത്മഹത്യക്ക് പുറകിൽ ആരാണ്? നമ്മളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന പോലെ, പലരും ആരോപിക്കുന്ന പോലെ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ED റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണോ? ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് കേരളത്തിന് കീഴിലെ ചില അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം നടത്തിയതെന്ന്. വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഈ ED എന്നൊക്കെ പറയുന്നത് കേരളത്തിന് കീഴിൽപ്പെട്ട സ്ഥാപനമൊന്നുമല്ല. എന്തൊക്കെയായാലും കേന്ദ്ര ഗവൺമെൻറ് കീഴിൽപ്പെട്ട സ്ഥാപനമാണ്. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഈ ഒരു മരണത്തിൽ പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി ആളുകൾ ഉന്നയിച്ചു പോകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് സി ജെ റോയുടെ കയ്യിലേക്ക് ആ ഒരു പിസ്റ്റൾ എത്തിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന് തന്നെ പിസ്റ്റളാണ്, ലൈസൻസ് ഉള്ള പിസ്റ്റളാണ്. ദ ക്വസ്റ്റ്യൻ ഈസ്, അദ്ദേഹത്തിന് മുമ്പിലേക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അതെങ്ങനെ എത്തി? ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടും ഒരു ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരാൾക്ക് എന്തൊക്കെ കൈവശം വെക്കാമെന്നാണ്. എന്തൊക്കെയാണ് ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന ഒരു കാര്യം? നോക്കൂ, ഇൻകം ടാക്സ് റെയ്ഡ് നിയമപരമായി സെർച്ച് ആൻഡ് സീഷർ എന്നതിന് പറയുക. നികുതി വെട്ടിക്കുന്നുണ്ടോ, കണക്കിൽപ്പെടാത്ത പണമോ സ്വത്തോ ഉണ്ടോ എന്ന സൂചന ലഭിച്ചു കഴിഞ്ഞാലാണ് ഇത്തരം റെയ്ഡുകളൊക്കെ നടക്കാറുള്ളത്. റെയ്ഡ് തുടങ്ങുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാറണ്ട് കൊടുക്കും. ആദായ നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ, ഇവരാണ് സെർച്ച് വാറണ്ട് പുറപ്പെടുവിപ്പിക്കുക. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവർ വരികയുണ്ടായിരിക്കുക. പുറത്തു പോകുവാനോ ആർക്കെങ്കിലും ഉള്ളിലേക്ക് വരാനോ ഇവിടെ അനുവാദം ഉണ്ടായിരിക്കില്ല. പരിശോധനയുടെ വ്യാപ്തി അനുസരിച്ച് വീടാകാം, ഓഫീസാവാം, ബിസിനസ് സ്ഥാപനങ്ങളാവാം, ഇതെന്തും അവർക്ക് പരിശോധിക്കാമെന്നുള്ളതാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഇവർക്ക്. സി ജെ റോയി ആണെങ്കിൽ സി ജെ റോയിയുടെ തൊട്ടടുത്ത വൃത്തങ്ങളിൽ ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്ന നിർബന്ധമാണ്. പരിശോധന സുതാര്യമാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിടിച്ചെടുക്കപ്പെട്ട അത് പണമായിക്കോട്ടെ സ്വർണമായിക്കോട്ടെ അതൊക്കെ അന്വേഷണ പരിധിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊണ്ടുപോകാം. പാസ്പോർട്ട് കൊണ്ടുപോകാം, ഷെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം, കമ്പ്യൂട്ടർ കൊണ്ടുപോകാം, ഹാർഡ് ഡിസ്കുകൾ, മൊബൈൽ ഫോണുകൾ, ഇതൊക്കെ അവർക്ക് കൊണ്ടുപോകാം. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീട്ടിൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ പോലും മാന്യമര്യാദയ്ക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള, സി ജെ റോയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള. പക്ഷേ സി ജെ റോയി തൻ്റെ ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ഏട്ടനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ടു മച്ച്. സി ജെ റോയ് പറഞ്ഞ വാക്ക് അതാണ്, ഇറ്റ് ഈസ് ടു മച്ച് ഏട്ടാ, ഇവരുടെ അന്വേഷണം വളരെ അധികമാണ്, അതെന്നെ അപാരമായിട്ട് എന്നെ മാനസിക കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇത്രയധികം മാനസിക കുഴപ്പത്തിലേക്ക് പോകുവാൻ എന്താണ് പ്രശ്നം ഉണ്ടായത്? ഇനി ഇദ്ദേഹത്തിൻ്റെ സമ്പത്തുകളും മറ്റൊക്കെ പിടിച്ചെടുത്തു. നോക്കൂ, അപാരമായി കോടികളുടെ ബില്യൺ സമ്പത്തുള്ളൊരു മനുഷ്യനാണ്. ഇനിയിപ്പോൾ കോടതി വഴിക്ക് പോവുകയാണെങ്കിൽ എത്ര നല്ല നല്ല വക്കീലന്മാർ ഇവർക്ക് കിട്ടും? സി ജെ റോയി അന്വേഷിച്ച് കിട്ടാത്ത നമ്പർ 1 വക്കീലന്മാരുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കോടതിയിലേക്ക് എത്തിയാൽ തന്നെ ഈസിയായിട്ട് ഊരിപ്പോരാൻ കഴിയുന്ന ഒരു ചങ്ങാതി കൂടി തന്നെ അല്ലേ? ഇനി ഫൈൻ അടയ്ക്കണമെങ്കിൽ വളരെ ഈസിയായിട്ട് ഫൈൻ അടച്ച് തിരിച്ചു പോരാവുന്ന ഒരു കേസിൽ എന്തിനാണ് സി ജെ റോയെ പോലൊരു മനുഷ്യൻ, അപാരമായിട്ടുള്ള ധൈര്യമുള്ള കോൺഫിഡൻ്റ് ഉള്ള ഒരു മനുഷ്യൻ, കോൺഫിഡൻ്റ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള മനുഷ്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്?
അങ്ങനെയാണെങ്കിൽ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതൊരു സി.ജെ. റോയ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ടൈക്കൂണിൻ്റെ ഓഫീസിലാണ് കർണാടകയിൽ വെച്ചിട്ട് ഈ ഒരു സംഗതി നടക്കുന്നത്. ബിസിനസ് ടൈക്കൂണാണ്, ഒരു സംശയമില്ല, ബിസിനസ് മാഗ്നറ്റാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹം ഈ അന്വേഷണം നടക്കുന്ന മുറികളിലൊന്നും CCTV ഇല്ലേ? അതൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. അതില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ വലിയ പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വെടിവെച്ചിട്ടത് ആരെന്ന്, അദ്ദേഹം തന്നെ വെടിവെച്ചിട്ടതാണോ എന്ന്, അല്ലെങ്കിൽ അന്വേഷണ സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന്, അദ്ദേഹം എത്തോരം ടെൻഷനിലായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അതൊന്നും കാണാനില്ല, കേൾക്കാനില്ല എന്നാണ് ഏറ്റവും അത്ഭുതകരമായ, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര അധികം അന്താളിപ്പിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയം. എന്തായാലും കേൾക്കാം. ഫണ്ട് മേടിച്ചിട്ട തരിശു ഭൂമിയിലാണ് ഇന്ന് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് നിൽക്കുന്നത്. സാറ് ബാംഗ്ലൂരിൽ കുറച്ച് ഔട്ട്സ്കേർട്സ് ആണെന്ന് തോന്നുന്നു, ഓൾമോസ്റ്റ് 350 ഏക്കേഴ്സ് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്ന് വലിയൊരു IT ഹബ്ബ്. ആട് മെയിൻ ഒരു സ്ഥലമാണ്, അവിടെയാണ് ഞാൻ ആദ്യം പോയി മേടിക്കുന്നത്. 6000 രൂപ സെന്റിന്. ഇന്ന് അത് 18 ലക്ഷമാണ് സെന്റിന്. വേറൊരു രംഗമാണ്, രംഗണ്ണ തന്നെയാണ്, വേറൊരു രംഗണ്ണ തന്നെയായിരുന്നു സി.ജെ. റോയ്. അത്രയ്ക്കധികം പണമുണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ കൃഷ്ണപ്രസാദിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. നോട്ടീസിന്റെ പേരിൽ സി.ജെ. റോയ് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്ന് സഹോദരൻ C.J. ബാബു പറയുന്നു. അതെനിക്ക് തോന്നുന്നില്ല. ആദായനികുതി വകുപ്പിന്റെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പിഴ അടച്ച് തീർക്കാവുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ 2 മണിക്ക് ശേഷം അവിടെ എന്തുണ്ടായി എന്നാണ് കരുതുന്നത്? അല്ല, അറിയില്ല. ഞാൻ നമ്മൾ ഈ സംസ്കാരം എങ്ങനെയാ, എപ്പോഴായിരിക്കും സംസ്കാരം എപ്പോഴായിരിക്കും ഉള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടു. എന്തായാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത്, ഒരു കാര്യത്തിലും ഒരു തീരുമാനമൊന്നും എത്തിയിട്ടില്ല. റോയിയുടെ മരണകാരണം വെടിയുണ്ട ഹൃദയത്തിൽ കൊണ്ടതാണ്, പക്ഷേ ഇത് അദ്ദേഹം തന്നെ ചെയ്തതാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല എന്നുള്ളതാണ്. ഇതൊരു അപാരമായ സംശയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു ബിസിനസ് സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ആരൊക്കെയോ അപാരമായിട്ടുള്ള ഫണ്ട് ഒഴിക്കുന്നുണ്ട്, അത് മുഴുവൻ ഇദ്ദേഹം വഴിയാണെന്നൊക്കെ ചില ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ ഏതോ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ മുഴുവൻ സി.ജെ. റോയിയുടെ നെഞ്ചത്തിലേക്ക് നിരന്തരം കൊണ്ടുവന്നിട്ട് അദ്ദേഹം മാനസികമായിട്ട് തകർക്കാൻ ശ്രമിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. ഒരു പ്രമുഖമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതാരെന്നൊന്നും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോഴും ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മലയാളം അറിയില്ല എന്നും അദ്ദേഹം കൃത്യമായിട്ട് കർണാടകയൊക്കെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യം ഒന്നും അറിയില്ല. ഹൃദയവും ശ്വാസകോശവും തുളഞ്ഞു കയറിയുണ്ടായ പരിക്കെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 അവയവങ്ങളും തകർത്ത് വെടിയുണ്ട പുറത്തുപോയി. വെടിമരുന്നിന്റെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെന്ന മെഡിക്കൽ സൂപ്രണ്ട് MN അരുൺ. എന്തായാലും ഇതാണ് മുമ്പ് നമ്മൾ കേട്ടൊരു വിവരത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം. എന്തൊക്കെയായാലും ഈ ഒരു സംഗതിയെക്കുറിച്ച്, അതായത് ഈ അന്വേഷണത്തെക്കുറിച്ചിട്ട് തീർച്ചയായിട്ടും സംശയം ഉണ്ടാകും. കാരണം എല്ലാ ആയുധങ്ങളും എടുത്ത് മാറ്റിവെക്കപ്പെടേണ്ട ഒരു സമയത്ത് സി.ജെ. റോയിയുടെ കയ്യിലെ പിസ്റ്റൾ മാത്രം സി.ജെ. റോയിയുടെ കയ്യിൽ എങ്ങനെ എത്തി? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയോ ഒപ്പം ആണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരിക. ഇദ്ദേഹം ഒറ്റയ്ക്ക് എങ്ങനെയാണ് മറ്റേ മുറിയിലേക്ക് കയറിയത്? എന്തൊക്കെയോ എവിടൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ബൈ.